നമസ്കാരം രുചികളുടെ കൗതിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് ഐറ്റം ആണ് കേട്ടോ. ഫ്രൈഡ് ഐറ്റം എന്ന് പറയുമ്പോൾ പപ്പടം വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം 2-3 ദിവസം കൊണ്ട് വാട്സാപ്പിലും അതുപോലെ തന്നെ FBയിലും ഒക്കെ വളരെ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ട ഒരു റെസിപ്പി ഉണ്ട്. ഒരു ചേട്ടൻ ഈ ഒരു സാധനം ഈ സംഭവം ചെയ്യുന്നതാണ്. അപ്പോൾ ആളെയൊന്നും കണ്ടിട്ടില്ല, പക്ഷെ അത് കാണുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും തോന്നി. അപ്പോൾ അത് ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം പപ്പടം കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടുന്ന കറുമുറ ഉള്ള ഒരു ഇതാണ്. പക്ഷെ ഫില്ലിങ് വെച്ചതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അത് സോഫ്റ്റായിട്ട് മാറും. അപ്പോൾ എന്തായാലും നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും പപ്പടവും കൂടി കൂട്ടി കഴിക്കുന്ന ഒരു പ്രതീതിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് പോയി കണ്ടുവരാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ചെറിയുള്ളിയാണ്. ഇപ്പം ഞാൻ ഇത്ര എണ്ണം അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല കേട്ടോ. നമ്മൾ എത്രയാണ് നമ്മളെ ഒരു പപ്പടം എടുക്കുന്നതിന് വേണ്ട ഫില്ലിങ്സിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അതൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളി വേണം. അതുപോലെ തന്നെ വറ്റൽമുളക്, ഇതിപ്പം പിരിയമുളകാണ്, വറ്റൽമുളകായാലും മതി. അത് എരിവിനനുസരിച്ച് വേണം. പിന്നെ ഞാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് അധികമൊന്നും വേണ്ട, കാരണം വെച്ചാൽ നമ്മൾ പപ്പടത്തിൻ്റെ ഉള്ളിലാണല്ലോ ഇത് വെക്കുന്നത്. അതുകൊണ്ട് പപ്പടത്തിന് തന്നെ ഉള്ളത് കൊണ്ട് കുറച്ച് ഒന്ന് മതി. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പപ്പടം കണ്ടാൽ അറിയാം, ഇത് മസാല പപ്പടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണത്തെ പപ്പടത്തിൽ ചെയ്യാം. ഇപ്പം എന്തായാലും എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പപ്പട് ചാറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കൂടുതലും അതായത് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് മസാല പപ്പടിലാണ്. കാരണം ഇതിൽ ഓൾറെഡി ഒരു മസാലയുടെ ഇതുള്ളതുകൊണ്ട് എന്താ പറയുക, ഒരു ടേസ്റ്റ് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിരിക്കും, കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഉണ്ടല്ലോ, ചെറിയുള്ളി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആവശ്യമുള്ള പപ്പടം എടുത്ത് കുറച്ച് നല്ല വെള്ളം ഉണ്ടാവുമല്ലോ, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഏതാണെന്ന് വെച്ചാൽ അതിൽ ഇങ്ങനെ മുക്കി വെച്ചതാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മസാല പപ്പടം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്റ്റിഫായി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്യാൻ പാകത്തിന് മടക്കി എടുക്കാൻ പറ്റില്ല, പൊട്ടിപ്പോവും. അതുകൊണ്ട് വെള്ളത്തിലാക്കിയതിന് ശേഷം, വെള്ളത്തിലൊന്ന് കുതിർന്നതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങനെ റോൾ ചെയ്തെടുക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്തു വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഞാനൊന്ന് ഇടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒന്ന് പെട്ടെന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലോട്ട് കറിവേപ്പില ഇടാം. പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ ഞാൻ ഇവിടെ മുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് തന്നെ ചേർക്കുകയാണ്. അപ്പം അല്ലെങ്കിൽ വറ്റൽമുളകായിട്ട് ചേർത്ത് ചതച്ചാലും മതി കേട്ടോ. അപ്പം ഇത് എരിവിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഒന്ന് ഇടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇത് ഇടിച്ചിട്ടുണ്ട് കേട്ടോ. ഇടിച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ വെച്ച് നന്നായിട്ട് ഞെരടി കൊടുക്കുമല്ലേ, അതുപോലെ ഞെരടി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇടിച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഉപ്പും അതുപോലെ തന്നെ എരിവും ഒക്കെ നോക്കാം കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് കൈ വെച്ച് ഞെരടി കൊടുക്കാം. കൈ വെച്ചൊക്കെ ഞാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ വെള്ളത്തിൽ നനച്ച് വെച്ച പപ്പടം ഉണ്ടല്ലോ, അത് ഞാനൊരു പ്ലേറ്റിലോട്ട് ഇട്ടു. ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. സൈഡിലാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്, സൈഡിലോട്ടായിട്ട്. നമുക്ക് എത്രയാണ് വേണ്ടത്, ഒരുപാടൊന്നും വേണ്ട, കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ്, നനഞ്ഞതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇതിങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ബാക്കിയും കൂടി ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പപ്പടമൊക്കെ ഞാൻ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം നമുക്ക് ഈ ഒരു 2 സൈഡും ഒന്നും ഫില്ല് ചെയ്തില്ല, വെറുതെ. അപ്പം ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണയിലേക്ക് അതേപടിയാണല്ലോ. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ സാധാരണ പപ്പടം ചെയ്തെടുക്കുമല്ലോ, അതുപോലെ ഒരു പാൻ വെച്ചു, അതിലോട്ട് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ ജസ്റ്റ് ഇതിൽ വെച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചു കൊടുക്കാം.
അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എടുക്കാം, എന്നിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഈ വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ കയ്യിലെത്തിയിട്ടുള്ള റെസിപ്പി വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.